बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो।
मेरे लाडलो जागो, मेरे लाडलो जागो।
ഓം ശാന്തി. അശരീരിയാകാനുള്ള അഭ്യാസം ചെയ്യാം. ശരീരത്തിൻ്റെ ഭാരം പോകുന്നതിന് ഭക്ഷണ നിയന്ത്രണവും എക്സസൈസും ചെയ്യുന്നത് പോലെ മനസ്സിൻ്റെ ഭാരം പോകുന്നതിന് അശരീരിയുടെ എക്സസൈസും സങ്കല്പങ്ങളാകുന്ന ശുദ്ധഭോജനവും സ്വീകരിക്കാം. അമൃതവേളയിലെ ഈ ധ്യാനത്തിൻ്റെ അഭ്യാസത്തിൽ അശരീരി സ്ഥിതിയുടെ പ്രാക്ടീസും ഒപ്പം ശ്രേഷ്ഠ സങ്കല്പങ്ങളാകുന്ന ഭോജനം, അതുതന്നെയാണല്ലോ ധ്യാനം. ഇത് രണ്ടും മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുന്ന അനുഭവം ചെയ്യാം. സ്വസ്ഥമായിരിക്കുകയല്ലേ സീറ്റിൽ. 3/4 മണിക്കൂർ സമയം കൈയും കാലും ഇളക്കാത്ത രീതിയിൽ ഇപ്പോൾ തന്നെ ശരീരത്തെ സുഖകരമായ ഒരിരിപ്പിടത്തിൽ സെറ്റ് ചെയ്യും. ഞാൻ സ്വസ്ഥമായിരിക്കുകയാണ്. ആരാണ് ഞാൻ? ഈ കൈയും കാലും ദേഹവും ഇതെൻ്റെ ശരീരമാണ്. ഇതൊന്നും ഞാനല്ല. മുഖവും ഞാനല്ല. ഞാനാണിപ്പോൾ ധ്യാനത്തിനിരിക്കുന്നത്. ധ്യാനം ചെയ്യുന്നതും ഞാനാണ്. പക്ഷേ ഈ സീറ്റിലിരിക്കുന്നത് എൻ്റെ ശരീരമാണ്. ഞാൻ മസ്തകമാകുന്ന സീറ്റിലാണ് ഇരിക്കുന്നത്. ശരീരത്തിനുള്ളിൽ മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്ത് സീറ്റിലേക്ക് നോക്കൂ. ഇപ്പോൾ ഞാൻ എന്നെ കാണുകയാണ്. അശരീരിയായ എന്നെ. ശരീരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. മസ്തിഷ്കവും ശരീരത്തിൻ്റെ ഭാഗമല്ലേ? ശരീരത്തിനുള്ളിലിരിക്കുമ്പോഴും
ഞാൻ അശരീരിയാണ്. ഞാൻ വേറെ, ദേഹം വേറെ. ഞാൻ ദേഹമാകുന്ന ഈ വാഹനത്തിൻ്റെ ഡ്രൈവറാണ്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. എന്നാൽ വണ്ടി വേറെയാണ്, ഡ്രൈവറായ ഞാനും വേറെ. അശരീരി സ്ഥിതിയിലിരിക്കൂ. വണ്ടിക്കുള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ ശിരോമധ്യഭാഗത്ത് പ്രകാശിക്കുന്ന ചൈതന്യമാണ് ഞാൻ. ഞാനിപ്പോൾ എന്നെ തന്നെ കാണുകയാണ്. മസ്തക സിംഹാസനത്തിലിരിക്കുന്ന മണി, എൻ്റെ വെളിച്ചം, ആത്മീയ തേജസ് എനിക്ക് ചുറ്റും പ്രകാശം പരത്തി ദീപം പോലെ ചുറ്റുപാടും ആത്മീയ ചൈതന്യം കൊണ്ട് നിറയുകയാണ്. എത്ര തേജസ്സാർന്ന വെളിച്ചമാണ് ഞാൻ. ആ ശരീരിയായ ഞാൻ ദേഹത്തിൽ നിന്നിറങ്ങുകയാണ്. ബോധം കൊണ്ട് സഞ്ചരിക്കുകയാണ്. ദേഹത്തിൽ നിറങ്ങി അന്തരീക്ഷത്തിനു മുകളിൽ ആകാശവും കടന്ന് സൂക്ഷ്മവദനത്തിനുമപ്പുറം എൻ്റെ വീട്ടിൽ ആത്മലോകത്ത് ആ ശരീരിയായ ഞാൻ അശരീരികളോടൊപ്പം വീട് മുഴുവൻ
നക്ഷത്രക്കൂട്ടം പോലെ ആത്മാക്കൾ എൻ്റെ സഹോദരാത്മാക്കൾ എല്ലാവരും ബാബയുടെ ചുറ്റുമിരിക്കുകയാണ്. അച്ഛൻ്റെ അടുത്തിരിക്കാനുള്ള തിരക്ക് കൂട്ടുകയാണ്. ഞാൻ ബാബയുടെ മടിയിൽ പോയിരുന്നു. അശരീരിയായ അച്ഛൻ്റെ അമ്മയുടെ മടിത്തട്ടിലാണ് ഞാൻ. ഭഗവാന്റെ ചൈതന്യം എന്നെ വലയം ചെയ്യുകയാണ്. ബാബ, എൻ്റെ ബാബ, ഭഗവാന്റെ മടിത്തട്ടിലിരിക്കുന്ന ഞാൻ എല്ലാ ഭാരവും മറന്ന് എല്ലാ ഭാരവും ഇറക്കി വെച്ച്, അതിനേക്കാളും ശരി ഭാരമെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ബാബയുടെ ചൈതന്യം സർവശക്തിവാന്റെ ശക്തികളാണ് എൻ്റെ ഭാരമെല്ലാം. മഞ്ഞുരുകിപ്പോകും പോലെ ഉരുക്കിക്കളഞ്ഞത്. ഭഗവത് ശക്തികളെല്ലാം എൻ്റെ തേജസ്, പ്രകാശം, തിളക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബാബയുടെ മടിയിൽ നിന്ന് എഴുന്നേക്കൂ. വിഷമിക്കേണ്ട, ഇനിയും വരാം. ബാബ, ഇപ്പം ഞാൻ വരാം, ഓടി വരാം എന്ന് പറഞ്ഞ് ഒറ്റ ഓട്ടോടും. ശരീരത്തിലേക്ക് ധ്യാനത്തിലിരിക്കുന്ന ഭ്രൂമധ്യത്തിലേക്ക് അശരീരിയായി ശരീരത്തിലിരുന്നുകൊണ്ട് സ്വയം നോക്കൂ. ബാബ നൽകിയ മുഴുവൻ വെളിച്ചവും പരമാത്മ ചൈതന്യം മുഴുവൻ, എല്ലാ ശക്തികളും
മനസ്സിനും ബുദ്ധിക്കും ബലം നൽകിയിരിക്കുന്നു. എൻ്റെ സംസ്കാരത്തിലും പരിവർത്തനം ഉണ്ടായിരിക്കുകയാണ്. ആ പരിവർത്തനം പ്രത്യക്ഷത്തിലേക്ക് നോക്കൂ. സ്വന്തം ശരീരമാകുന്ന രാജ്യത്തിലേക്ക്. ദേഹമാകുന്ന ഈ കാറിലേക്ക് നോക്കൂ. ഈ കാറ് പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കണ്ണ്, കാത്, കൈ, കാൽ, സംസാരം, വാക്ക്, പെരുമാറ്റം, അശരീരിയായി സ്വന്തം കർമ്മങ്ങളെ സാക്ഷിയെ വീക്ഷിക്കും. ഈ വണ്ടി മുഴുവൻ ദിവസത്തിൽ എപ്പോഴാണ് നിയന്ത്രണം വിടാറുള്ളത്? ആരോടാണ് എനിക്കിപ്പോഴും ക്ഷമിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, ചേർന്ന് പോകാൻ കഴിയാത്തത്? സ്വയം സാക്ഷിയിട്ട് നോക്കൂ. അവരുടെ കുറവെന്തോ ആയിക്കോട്ടെ, അതല്ല ഇപ്പം നോക്കേണ്ടത്. അവരോടൊപ്പം എനിക്ക് ചേർന്ന് പോകണം. എനിക്കവരെ ചേർത്ത് കൊണ്ടുപോകണം. ഞാനും പാർട്ടിധാരിയാണ്. അവരാര് തന്നെയാണെങ്കിലും ആരൊക്കെയാണെങ്കിലും അവരുടെയും മുഖത്തേക്ക് നോക്കൂ. അശരീരിയായ ആത്മാവിനെ കാണൂ. അവരോടൊപ്പം ചേർന്ന് പോകാൻ അഥവാ ഇടപഴകുമ്പോൾ എന്നിൽ നിന്ന് വരുന്ന അസ്വസ്ഥത എന്താണ്? ഏത് ശക്തിയുടെ കുറവാണ്? ഇപ്പോൾ ഞാൻ ഫുൾ ചാർജ്ഡ് ബാറ്ററിയാണ്. അച്ഛൻ്റെ മടിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ ഏത് ദൗർബല്യം കൊണ്ടാണ് എനിക്ക്, ഏത് ശക്തിയുടെ കുറവ് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ കഴിയാത്തത്? റിയലൈസ് ചെയ്യും. അവരുടെ ഒരു കുറവിനെക്കുറിച്ചും ചിന്തിക്കരുത്. ഇപ്പോൾ വീണ്ടും അശരീരിയായി, മസ്തകമണിയായി ആരോടൊപ്പമാണോ എന്തെങ്കിലും സംബന്ധ സമ്പർക്കത്തിൽ അസ്വസ്ഥത ഉള്ളത് അവരോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ ചേർത്ത് കൊണ്ടുപോകുന്ന തരത്തിൽ ഞാൻ സർവശക്തിവാനിൽ നിന്ന് ശക്തി ആർജിച്ച ഞാൻ ഏറ്റവും നന്നായി ഇടപഴകും. സർവ
ശക്തിവാൻ്റെ കുട്ടിയാണ് ഞാൻ. ആത്മാവാണ്. എൻ്റെ പക്കൽ ശക്തിയുണ്ട്. നെറ്റിത്തടത്തിൽ നിന്ന് മനസ്സാ വാച കർമ്മണ എവിടെയാണോ ശക്തിയുടെ ഒഴുക്ക് ആവശ്യം അവിടേക്ക് ആത്മീയ ശക്തി ഒഴുകി എൻ്റെ അഭിനയഭാഗം ഏറ്റവും നല്ലതായി ഡ്രാമ സ്റ്റേജിൽ ഞാൻ അഭിനയിക്കും. ഡ്രാമയല്ലേ? അതെ, അഭിനേതാവല്ലേ ഞാൻ? അതെ ബാബ. എൻ്റെ കുട്ടി ഏറ്റവും നന്നായി അഭിനയിക്കണം. ജി ബാബ. ഹീറോ പാർട്ടുധാരിയാണ് എൻ്റെ കുട്ടി. അഭിനയത്തിന് അത്രയും മികവുണ്ടായിരിക്കണം. ശരി ബാബ. സർവശക്തിവാൻ്റെ കുട്ടിയാണ്. അതെ ബാബ, ഞാൻ ബാബയുടെ കുട്ടിയാണ്. ഓരോ ഭാഗവും, അഭിനയഭാഗം മുഴുവൻ മികച്ച അഭിനയം കാഴ്ചവെക്കും. അശരീരിയായി ശരീരമാകുന്ന രാജ്യത്തിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ രാജാവിനെ പോലെ ഇരിക്കുന്ന ഞാൻ വീണ്ടും വിശ്വത്തിൻ്റെ മുഴുവൻ രചയിതാവായ ബാബയുടെ അരികിലേക്ക് പോകാം. വീട്ടിലേക്ക് പരമമായ ധാമത്തിലേക്ക് ഏറ്റവും ഉയരത്തിൽ ഏറ്റവും ഉയർന്നയിലും ഉയർന്ന ഭഗവാന്റെ അരികിൽ പരമേശ്വര സന്നിധാനത്തിൽ സർവേശ്വരൻ്റെ ദർശനമെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അശരീരിയായ എൻ്റെ ബാബയെ ദർശിച്ച് അശരീരിയായ ഞാനും ബാബയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇമ വെട്ടാതെ ഭഗവാനെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബ ജന്മാന്തരങ്ങളുടെ അലച്ചിലിനൊടുവിലല്ലേ എനിക്കെൻ്റെ ബാബയെ കിട്ടിയത്. ഈ ജന്മം തന്നെ ഇത്രയും വയസ്സ് വരെ ഇവിടെയെല്ലാം ചുറ്റിക്കറങ്ങി. എന്ത് ജീവിതമാണ് ജീവിച്ചത് ബാബ. ശരീരത്തിൽ ശരീരബോധത്തിൻ്റെ ചെളിക്കുണ്ടിൽ മുങ്ങിയ ജീവിതം. ബാബ ബാബയെ നോക്കി ബാബയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാബയുടെ സൂര്യ തേജസ്സിൽ എൻ്റെ ചെളിയെല്ലാം പോകുകയാണ്. ജന്മാന്തര ക്ലാവുകളെല്ലാം ഉരുകുകയാണ്. സ്വർണത്തിൽ നിന്ന് ക്ലാവ് പോകുമ്പോലെ ബാബ എൻ്റെ ബാബയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഈശ്വര ദർശനത്തിൻ്റെ സുഖം അനുഭവിക്കുമ്പോഴും എനിക്ക് ലജ്ജ തോന്നുകയാണ് ബാബ. ബാബയ്ക്ക് സമാനമാകാൻ എനിക്കിനിയും ദൂരം താണ്ടാനുണ്ട്. ബാബ പരിശുദ്ധിയുടെ കടലല്ലേ. അശുദ്ധിയുടെ അപവിത്രതയുടെ ഒരു ലാഞ്ചന പോലുമില്ലല്ലോ. സദാശിവനല്ല എൻ്റെ ബാബ, സദാ പരിപാവനം. ബാബ എനിക്ക് തന്നിരിക്കുന്ന സംസ്കാര ശുദ്ധീകരണ ഭട്ടിയിൽ ആദ്യത്തെ ലക്ഷ്യം തന്നെ സങ്കല്പത്തിൽ പോലും ഈശ്വരീയ മര്യാദയ്ക്ക് പുറത്തേക്ക് കാലിടരുത്. ഒരു വ്യർത്ഥ സങ്കല്പം പോലും വരരുത്. ഭഗവാൻ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ ശുഭസങ്കല്പം, ശ്രേഷ്ഠസങ്കല്പം, ദൃഢസങ്കല്പം, ശുദ്ധസങ്കല്പം, മംഗളകാരി സങ്കല്പങ്ങളെ ഉണ്ടാക്കാവൂ. ഒരു സങ്കല്പം പോലും വ്യർത്ഥം വരരുത്.
ബാബ ഈ പാഠം ഉറയ്ക്കാൻ ഡ്രാമയുടെ പാഠം ഉപയോഗിച്ചേ മതിയാകൂ എന്നെനിക്ക് മനസ്സിലായി. ബാബയ്ക്ക് ഡ്രാമയായി കാണാൻ കഴിയുന്നത് കൊണ്ടല്ലേ ബാബയുടെ ഉള്ളിൽ ഒരിക്കലും ഒരു വ്യർത്ഥവുമില്ലല്ലോ. എനിക്കും നാടകത്തെ നാടകമായി കാണണം, അഭിനേതാക്കളെ അഭിനേതാക്കളായി കാണണം, ബാബയുടെ മക്കളായി കാണണം. എന്നെയും അഭിനേതാവായി കാണണം. ഇത്രയും ചെയ്താലേ എനിക്ക് സമ്പൂർണ്ണ വ്യർത്ഥമുക്തമാകാനാകൂ. ഇതാണെന്ന് എൻ്റെ വിശേഷാൽ പുരുഷാർത്ഥം. ഡ്രാമയുടെ പാഠം ഉറപ്പിക്കുക, ഇടിച്ചിടിച്ചുറപ്പിക്കണം, ബോധം കൊണ്ട് ബോധ്യപ്പെടുത്തണം. എനിക്കെന്നെ ബോധ്യപ്പെടുത്തണം. ബാബ ഈ പാഠം ഉറപ്പിക്കാനായി നാടകശാലയിലേക്ക് ഇറങ്ങുകയാണ്. ബാബ ഇപ്പം വരാം. കളിക്കളത്തിലേക്കൊന്ന് ഓടിപ്പോയിട്ട് വരാം. ഒറ്റ ഓട്ടത്തിനിറങ്ങി വേഷത്തിനുള്ളിൽ വേഷത്തിനകത്തിരുന്ന് ഞാൻ തന്നെ എൻ്റെ വേഷമൊന്ന് നോക്കാണ്. നോക്കൂ, എന്താണ് നാടകത്തിൽ കിട്ടിയിരിക്കുന്ന വേഷം? ഏതാണ് ശരീരം? സ്ത്രീവേഷമാണോ പുരുഷവേഷമാണോ കിട്ടിയിരിക്കുന്നത്? ആ ശരീരിയായിരുന്നു തൻ്റെ ശരീരമാകുന്ന വേഷത്തെ നോക്കൂ. ഈ വേഷമിട്ട് ഞാൻ ആടാൻ തുടങ്ങിയിട്ട്, അഭിനയിക്കാൻ തുടങ്ങിയിട്ട് എത്ര വയസ്സായി? എത്ര വർഷമായി ഈ വേഷമിട്ടിട്ട്? വീണ്ടും ഭ്രൂമധ്യത്തിൽ ആ ശരീരിയായിരുന്നുകൊണ്ട് ഈ വേഷം ഉപയോഗിച്ച് കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള അഭിനയ ഭാഗങ്ങളിലൂടെ എല്ലാം ഒന്ന് ഓടിപ്പോയി വരൂ. ഈ പ്രായം വരെയുള്ള യാത്ര എങ്ങനെയായിരുന്നു? യാത്ര സുഗമമായിരുന്നു? നേർവഴിയിലൂടെയാണോ യാത്ര ചെയ്തത്? എവിടെയെങ്കിലും വെച്ച് വഴി തെറ്റിയോ?
വീണ്ടും ശരിയായ വഴിയിലേക്ക് തിരിച്ചെത്തിയോ? ഈ യാത്രക്കിടയിൽ എത്ര പേരെയാണ് കണ്ടുമുട്ടിയത്? എത്ര പേരോടൊപ്പം ഭാഗങ്ങൾ അഭിനയിച്ചു? എത്ര പ്ലസ് മൈനസ്, സുഖദുഃഖം, നിന്ദ, സ്തുതി, മാനം, അപമാനം, ജയപരാജയം, ഫ്ലാഷ് ബാക്ക് പോലെ കടന്നുപോയി. ശരി, കഴിഞ്ഞുവല്ലോ. അതെല്ലാം കഴിഞ്ഞ ഭാഗങ്ങൾ. അഭിനയിച്ച് തീർന്നു ആ ഭാഗമെല്ലാം. ഇപ്പോൾ വീണ്ടും സാക്ഷിയായി ഭ്രൂമധ്യത്തിലിരുന്ന് തൻ്റെ വേഷവും അഭിനയഭാഗവും ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു ബ്രാഹ്മണനാണ്. PK, ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരി. വീട്ടിലായാലും പുറത്തായാലും ഞാൻ അകത്താണ്. അകത്തല്ലേ? എവിടെയായാലും ഞാനൊരു ബ്രാഹ്മണനുമാണ്. സാക്ഷിയെ നോക്കൂ. ജ്ഞാനിയായ ഒരു ബ്രഹ്മകുമാരനെ പോലെ, ബ്രഹ്മകുമാരിയെ പോലെയാണോ എൻ്റെ അഭിനയം? സ്വയം സാക്ഷിയായി വീക്ഷിച്ചുകൊണ്ട് എപ്പോഴെങ്കിലും അഭിനയഭാഗത്തിൽ അഭിനയപ്പിഴവുകൾ വരുന്നുണ്ടെങ്കിൽ ഇന്നെനിക്കുള്ള ലാസ്റ്റ് ചാൻസാണ് ശരിയാക്കാൻ. ഹാ ബാബ, മനസ്സിലായി എനിക്ക്. ഇതെനിക്കുള്ള അവസാന ചാൻസാണ്. നാടകശാലയിലെ ക്ലൈമാക്സ് ഭാഗം നടക്കല്ലേ. കർട്ടൻ വീഴുന്നതിന് മുമ്പ് എനിക്ക് ശരിയാക്കണം. എവിടെ എന്ത് തിരുത്തൽ കൊണ്ടുവരണമോ വീണ്ടും അശരീരിയായിരുന്നു. അഭിനയഭാഗത്തിൽ എവിടെ കറക്ഷൻ കൊണ്ടുവരണമോ സാക്ഷിയായി, സമ്പൂർണ്ണ സാക്ഷിയായി തിരുത്തലിന് തയ്യാറെടുക്കും. ബാബയെ പോലെ ശുദ്ധമായ പവിത്രമായ ആത്മചൈതന്യമായ ഞാൻ എനിക്ക് നാടകം കളിക്കാൻ തന്നിരിക്കുന്ന ഈ വേഷവും അഭിനയഭാഗവും സമ്പൂർണ്ണ പവിത്രമായി അഭിനയിക്കും. ഞാൻ എൻ്റെ ഭാഗം ഏറ്റവും നന്നായി അഭിനയിക്കുകയാണെങ്കിൽ, മികച്ച അഭിനയ ഭാഗമാണെങ്കിൽ, ഇപ്പോൾ കൂടെ ആരുടെ കൂടെ ജീവിക്കുന്ന അവരോടൊപ്പം എങ്ങനെ പെരുമാറുമെന്ന് സ്വയം തീരുമാനിക്കൂ.
സ്വയം കാണൂ. ഫുൾ ഡേ ഞാൻ എൻ്റെ കൂടെയുള്ളവരോടൊപ്പം എങ്ങനെ പാട്ടഭിനയിക്കും. ഏറ്റവും നല്ല അഭിനയ ഭാഗമാണെങ്കിൽ അച്ഛനെ പോലെയുള്ള കുട്ടിയാണ് ഞാൻ. ബാബ് സമാൻ കുട്ടിയുടെ അഭിനയം. ഫുൾ ഡേ ഞാൻ എവിടെയാണോ ആരോടൊപ്പമൊക്കെ ഇടപഴകുന്നു, ഓരോരുത്തരോടൊപ്പം ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് സ്വയം കാണൂ. ഒപ്പം ശിരസിന് മുകളിൽ ബാബയും കാണൂ. ബാബയ്ക്ക് കാണിച്ചു കൊടുക്കൂ, ബാബ ബാബയുടെ കുടക്കീഴിനുള്ളിലിരുന്നുകൊണ്ട് എൻ്റെ അഭിനയ ഭാഗം ഫുൾ ഡേ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻ്റെ അഭിനയ ഭാഗം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും. ഫുൾ ഡേ ദിനചര്യ മുന്നിൽ കൊണ്ടുവരൂ. പെർഫെക്റ്റായ തൻ്റെ അഭിനയം സ്വയം കാണൂ. ബാബയ്ക്കും കാണിച്ചു കൊടുക്കും. ഇപ്രകാരം തന്നെ ഇന്ന് മുഴുവൻ ദിവസവും ഞാൻ എൻ്റെ അഭിനയം പൂർത്തിയാക്കും. ഓം ശാന്തി. आवाज से परे मधुर साज से भरे अंदाज में बुलाए बाबा पुकार के बच्चिया। आवाज से परे मधुर साज से भरे अंदाज में बुलाए बाबा पुकार के बच्चिया। सितारों से दूर सितारों का जहां रहता परम सितारा बेहद सुकून वहां। सितारों से दूर सितारों का जहां रहता परम सितारा बेहद सुकून वहां। बच्चिया बच्चिया नूर समंदर दिखता सुंदर लहराए निरंतर आनंदित अंतर। मौजों की मौज लेने का है समय वो प्रेम डोर से खींचे वहाँ। जी भर निहार के लिए पंख प्यार के हम उड़ चले। आवाज से परे मधुर साज से